കോഴിക്കോട് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിൽ തൊഴിലാളി പ്രതിഷേധം രൂക്ഷം. പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പ്രതിരോധിച്ച സമരക്കാർ. സ്റ്റീൽ കോംപ്ലക്സ് പൊതുമേഖലയിൽ നിലനിർത്തുക എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. രാഹുൽ കെ വി വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? മാധു, പോലീസും സമരക്കാരും നിലവിൽ മുഖാമുഖം നിൽക്കുകയാണ്. സംഘർഷ സാധ്യത നിലനിൽക്കുന്നു. കൂടുതൽ പോലീസുകാരെ സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് കാലങ്ങളായി നടന്നു വരുന്ന ഒരു വിഷയമാണ്. ആദ്യം 1973 സ്വകാര്യ മേഖലയിൽ തുടങ്ങിയതാണ് സ്റ്റീൽ കോംപ്ലക്സ്. പിന്നീട് 95 ഇത് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. 2008 കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായി മാറുകയും ചെയ്തു. 2013 കാനറ ബാങ്കിൽ നിന്ന് 45 കോടിയുടെ ഒരു വായ്പ സ്റ്റീൽ കോംപ്ലക്സ് എടുത്തിരുന്നു. അതിന്റെ തിരിച്ചടവ് മുടങ്ങിയതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി തുടങ്ങുന്നത്. ഈ തിരിച്ചടവ് മുടങ്ങിയതോടുകൂടി ഛത്തീസ്ഗഡ് ആസ്ഥാനമായ ഔട്ട്സോഴ്സിംഗ് എന്നൊരു ലിമിറ്റഡിന്റെ കയ്യിലേക്ക് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് എത്തുകയാണ് ഉണ്ടായത്. അതായത് കോടികളുടെ വിലമതിക്കുന്ന ഈ ഒരു കമ്പനി ഏകദേശം ഒരു 30 കോടിയോളം രൂപയ്ക്കാണ് ഈ ഛത്തീസ്ഗഡ് ആസ്ഥാനമായ കമ്പനിക്ക് കൈമാറുവാൻ വേണ്ടി കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് വരുന്നത്. 300 കോടിയോളം ആസ്തിയുള്ള കമ്പനി 30 കോടിക്ക് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നതിനെതിരെ തൊഴിലാളികൾ വർഷങ്ങളായി സമരത്തിലാണ്. ഇതിനിടെ കമ്പനി ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. സ്റ്റീൽ കോംപ്ലക്സിൽ തൊഴിലാളികളുടെ പ്രതിഷേധം. രാഹുൽ കെ വിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.